ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ 3 വ്യത്യസ്ത വിഷയങ്ങൾ LDFിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. അതാണ് ഏറ്റവും അധികം കേരള സംസ്ഥാനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയവും ശബരിമലയ്ക്ക് ചുറ്റുപാടുമുള്ള രാഷ്ട്രീയമാണ്. അതിൽ നിന്നും LDFിന് നേട്ടമൊന്നും ഉണ്ടാക്കാനാവുന്നില്ല, തൊട്ടതെല്ലാം തന്നെ പിഴയ്ക്കുകയും ചെയ്യുന്നു. UDF ഭരണത്തിൽ വന്നാൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തിനായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക എന്ന ഒറ്റയാണ്ടിയാണ് അടിച്ചു വച്ചിരിക്കുന്നത്. തോറ്റു കഴിഞ്ഞ് ന്യായം പറയാൻ നിൽക്കരുത്. തങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ തങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ, UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്ഥാനമാനങ്ങൾ ചോദിക്കരുത്. കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല ആ വാതിലുകൾ. ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കും എന്ന് പറയാൻ റോഷി മുതിരുമ്പോൾ ആരാണ് യഥാർത്ഥ ചെയർമാൻ എന്ന ഒരു ഡിബേറ്റ് കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്, പൊതുസമൂഹത്തിലുമുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയും പുതുമയുള്ള തന്ത്രങ്ങളോടെയുമാണ് ഇത്തവണ കോൺഗ്രസ് ജനങ്ങളിലേക്ക് എത്തുന്നത്. വലിയ റാലികൾക്കൊപ്പം തന്നെ ഓരോ വോട്ടറെയും നേരിൽ കാണുന്ന രീതിയിലുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. എന്നോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുന്നു. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് എത്രത്തോളം ഇപ്പോൾ സാധ്യതയുണ്ട് കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. തോറ്റാൽ പദവി ചോദിക്കരുത്, അധികാരത്തിലെത്തിയാൽ സർക്കാർ പദവികൾ സീറ്റ് കിട്ടാത്തവർക്ക് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. സീറ്റ് മോഹികൾക്ക് ഇത് കൃത്യമായ മെസ്സേജാണോ? കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാകാര്യ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കല്ലെ പിളർക്കുന്ന ഒരു ശാസന പോലെയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലെ സ്ഥാനാർത്ഥി മോഹികളുടെ മേൽ ഇങ്ങനൊരു ശാസന പറയുന്നത്. ശാസനയല്ല, ഒരു തിട്ടൂരം. നിങ്ങൾ വേണമെങ്കിൽ സ്വയം സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ് രംഗത്ത് വന്നോളൂ, അല്ലെങ്കിൽ ഇടിച്ച് കയറി വന്ന് എങ്ങനെയെങ്കിലും സീറ്റ് സംഘടിപ്പിച്ച് മത്സരിച്ചോളൂ. പക്ഷേ തോറ്റു കഴിഞ്ഞ് ന്യായം പറയാൻ നിൽക്കരുത്. തങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ തങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ, UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്ഥാനമാനങ്ങൾ ചോദിക്കരുത്. കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല ആ വാതിലുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? അനേക കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥി പട്ടം ആഗ്രഹിക്കുന്നുണ്ടാവാം, അവർക്കെല്ലാം ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന ആളുകൾ അതൊരു അനുഗ്രഹമായി, സന്തോഷമായി കാണുകയും ജയിച്ചാൽ MLA, തോറ്റാൽ അത് മറ്റ് പദവികളൊന്നും പിന്നീട് ആഗ്രഹിക്കരുത്. അതേസമയം സ്ഥാനാർത്ഥി മോഹമുണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നില്ല, കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നില്ല എങ്കിൽ അവർ നിരാശരാകേണ്ട. ഇത് ഒരുപാട് അർത്ഥതലങ്ങളുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? ഒന്ന്, ഈ കൂട്ടപ്പൊറിച്ചിൽ ഒഴിവാക്കാൻ കഴിയും എന്നതാണ് പ്രതീക്ഷ, കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ രീതിശാസ്ത്രം അനുസരിച്ച് എപ്പോഴും അങ്ങനെ ഇടിയും തള്ളും ഉന്തുമൊക്കെ ഉണ്ടാകും. സ്നേഹത്തള്ളൽ എന്നൊക്കെ അല്ലേ പറയുക? അതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒരു വഴി നിൽക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു മണ്ഡലത്തിൽ തന്നെ 8-9 പേരാണ് ഭൈമി കാമുകർ. ഇങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവും. അതുകൊണ്ട് ഇങ്ങനെയൊരു ചാട്ടവാർ അങ്ങോട്ട് ഉപയോഗിച്ചാൽ കുറച്ച് പേരെങ്കിലും, അത്ര ഗൗരവമായിട്ട് ഇത് പരിഗണിക്കാത്ത ചിലരെങ്കിലും പിന്മാറി പൊയ്ക്കോളും എന്നൊരു ചിന്തയാണ് ഒരു വശത്ത്. മറുവശത്ത് അങ്ങനെ പോകുന്നവർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യപ്പെടാൻ അനേക തസ്തികകളുണ്ടാകും, ഞങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകി പരിഗണിക്കും. ഇതാണ് KC വേണുഗോപാൽ കൊടുത്ത ഉറപ്പിൻ്റെ അടിസ്ഥാനം. ഇത് കുറേയൊക്കെ ന്യായമാണെന്ന് തോന്നാമെങ്കിലും ചരിത്രത്തിൽ എക്കാലത്തും ഇതുപോലെയൊക്കെയുള്ള വിരട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാര്യം വരുമ്പോൾ അതത് സമയത്ത് പരമാവധി സ്വാധീനം ഉപയോഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സമിതികളിലേക്ക് സെലക്ട് ചെയ്യപ്പെടും. ഇതാണ് കണ്ടുവരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ പറയുന്ന വാക്കിന് ഉറപ്പുണ്ടാകണം, അത് നടപ്പാകണം എന്ന് നിഷ്കർഷിക്കാൻ ഒരു സംവിധാനം കോൺഗ്രസിനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ ഒരു സെലക്ഷൻ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഉണ്ടാകുന്നതിന് ഇതുപോലെയുള്ള ചില പ്രയോഗങ്ങൾ ആവശ്യമായി വരുന്നു എന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ശ്രീ KC വേണുഗോപാൽ ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിർന്നത്. ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ ആഗോള അയ്യപ്പ സംഗമം വരെയും തൊട്ടതെല്ലാം വിവാദമാക്കിയിരിക്കുകയാണ് CPM. ഇത് കോൺഗ്രസിനെയും UDFിനെയും എത്രത്തോളം സഹായിക്കും? യഥാർത്ഥത്തിൽ വികസന വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു സമയമാണിത്. പക്ഷെ സംസാരിക്കുന്ന വിഷയങ്ങളുടെ സിംഹഭാഗവും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുതന്നെ 3 കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി വിവാദം, കട്ടളപ്പടിയുടെ ആയിക്കൊള്ളട്ടെ, ദ്വാരപാലിക ശില്പങ്ങളുടെ ആയിക്കൊള്ളട്ടെ, അതുമാത്രമല്ല ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ശബരിമലയുടെ ആസ്തി
ഏതെങ്കിലും രീതിയിൽ പല സൂത്രപ്പണികളിലൂടെ മിനിസ് എഴുതിയും അല്ലെങ്കിൽ ചില തീരുമാനം എടുത്തും എടുപ്പിച്ചുമെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? അതാരുടെ കാലത്താണ്? ഇതൊക്കെയാണ് ചോദ്യം. UDFിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ ഒരു പ്രവണതയായി ഇപ്പോൾ LDF അതിനെ നററ്റ് ചെയ്യുന്നു. അതിൽ സ്വല്പമൊക്കെ വാസ്തവമുണ്ട് താനും. അതേസമയം LDFിൻ്റെ സമയത്താണ് ഏറ്റവും അധികം തീവെട്ടുകൊള്ള നടന്നത് എന്നതും കറക്റ്റാണ്. LDFിൻ്റെ കാലത്ത് നടന്നു എന്നതല്ലാതെ LDF അത് കൊണ്ടുപോയി, ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയമാണ് ട്രെൻഡിങ്ങിൽ നമ്പർ 1. രണ്ടാമത് നിൽക്കുന്നത് ഈ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ? യഥാർത്ഥത്തിൽ അതെക്കാലത്തും CPMനെ ഹോണ്ട് ചെയ്തിരുന്നു. അത് 2019 തിരഞ്ഞെടുപ്പിൽ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. നിർബന്ധമായി പുരോഗമനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് നിർബന്ധപൂർവ്വം സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനായി കോടതി വിധിയെ ഉപയോഗിച്ചു. കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ പോലും അവർ പുരോഗമന നിലപാട് CPM പിന്തുടർന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി വീണ്ടും ആവശ്യപ്പെടുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് പറയാൻ ആവശ്യപ്പെടുന്നു. കൃത്യമായി നിലപാട് പറയാനാവാത്ത നിലയിലാണ്. NSS ആൻഡ് SNDP ആർ ബ്രീതിങ് ഫയർ ഡൗൺ ദ നെക്ക് ഓഫ് CPM ആൻഡ് ഗവൺമെൻറ് ഓഫ് കേരള. ഇത് എങ്ങനെയാണ് ഈ സമുദായ സംഘടനകളെ പിണക്കാതെ അവരിപ്പോൾ സംയമനം പാലിക്കുന്ന SNDP ആകട്ടെ NSS ആകട്ടെ, ഇപ്പോൾ ആ സമുദായ നേതാക്കളെങ്കിലും ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും സംയമനം പാലിക്കുന്നത് സമുദായ താല്പര്യങ്ങൾക്കും അതുപോലെ വിശ്വാസികളുടെ താല്പര്യങ്ങൾക്കും ആചാര സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു നിലപാട്, ഒരു പുനർനിലപാട് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ ഈ കേസിൻ്റെ ഇപ്പോഴത്തെ ആലോചനയിൽ അറിയിക്കും. കേന്ദ്രം സമാനമായ ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതേ ലൈനിൽ തന്നെ സംസ്ഥാനവും അറിയിക്കും എന്ന പ്രതീക്ഷയാണ്. പക്ഷേ അത് പൂർണ്ണമായി നിറവേറ്റാൻ പല കാരണങ്ങളാൽ, പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാകാം, മറ്റ് ചില സാങ്കേതിക കാരണങ്ങളാകാം നടക്കാതെ പോയേക്കാം. അങ്ങനെയെങ്കിൽ അത് തുടർന്നും CPMനെ ഹോണ്ട് ചെയ്യും. അതല്ല എങ്കിൽ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു സത്യവാങ്മൂലമാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ മുൻപെന്തിനങ്ങനെ ചെയ്തു എന്ന ന്യായമായ ചോദ്യം ഉണ്ടാവില്ലേ? അവിടെയും CPM തന്നെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പോകുന്നത്. മൂന്നാമത്തെ വിഷയം, ഈ ആഗോള അയ്യപ്പ സംഗമം ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളുടെ കരുതലിലായിരുന്നു. അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച്, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച്, അതിൽ ചില നേതാക്കൾ വന്നതിനെക്കുറിച്ച്, അവരാരുടെ കാറിലാണ് വന്നത് എന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ വിവാദങ്ങളുണ്ടായി. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ പറയാൻ ഒരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനാവാത്ത രീതിയിൽ കള്ളക്കണക്കുകളും കണക്കുകളുടെ പൊരുത്തക്കേടില്ലായ്മയും എല്ലാം തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ 3 വ്യത്യസ്ത വിഷയങ്ങൾ LDFിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. അതാണ് ഏറ്റവും അധികം കേരള സംസ്ഥാനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയവും ശബരിമലയ്ക്ക് ചുറ്റുപാടുമുള്ള രാഷ്ട്രീയമാണ്. അതിൽ നിന്നും LDFിന് നേട്ടമൊന്നും ഉണ്ടാക്കാനാവുന്നില്ല, തൊട്ടതെല്ലാം തന്നെ പിഴയ്ക്കുകയും ചെയ്യുന്നു. UDFിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ ഒരു അവസരമാണ്. പൊതുവെയുള്ള ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ശബരിമലയുടെ ഈ ഒരു അനുകൂലമായ സ്പിരിറ്റും ചേരുമ്പോൾ തങ്ങളുടെ ആളുകൾ, അടൂർ പ്രകാശും ആന്റോ ആൻ്റണിയും ഈവൻ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ചില ഫോട്ടോ ഒപ്റ്റിക്സിൽ പെട്ടുപോയിട്ടുണ്ട്. അത് വാഷ് ചെയ്ത് വെളുപ്പിക്കുക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ UDFിന് ചെയ്യാനില്ല. ആഞ്ഞടിക്കുക, പ്രതിപക്ഷം എന്ന നിലയിൽ, മുഖ്യപ്രതിപക്ഷം എന്ന നിലയിൽ BJPയേക്കാൾ ശക്തമായി CPMനെതിരെ ഈ കാര്യത്തിൽ നിലപാടെടുത്ത് കഠിനമായി ആക്രമിക്കുക. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ യഥാർത്ഥത്തിൽ BJPയാണ് കടന്നാക്രമണം നടത്തിയത്. ആദ്യം NSS മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ. പിന്നീട് വളരെ പഠിച്ചാണെങ്കിലും BJP രംഗത്ത് വരുന്നു. BJP കടിഞ്ഞാണ് ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. UDFിനേക്കാൾ വർദ്ധിത വീര്യത്തിൽ BJP അത് അന്ന് സമഗ്രമായി ചെയ്തു. അതിൻ്റെ പ്രയോജനം UDFിനാണ് ലഭിച്ചത്. ഒരിക്കൽ കൂടി BJP അത് ചെയ്യുമോ? അതിൻ്റെ പ്രയോജനം ഒരിക്കൽ കൂടി UDFിന് ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണോ ആ രീതിയിൽ ശബരിമല പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് BJP പറയുമ്പോൾ ഒരു മെല്ലപ്പോക്ക് അവിടെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ UDFിന് വീണ് കിട്ടിയ അവസരമാണ് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. VD സതീശൻ പുതുയുഗ യാത്ര നടത്തുമ്പോൾ തന്നെയാണ് ചെന്നിത്തലയെ പ്രചാരണ സമിതി അധ്യക്ഷനാക്കുന്നത്. VD സതീശനെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന അപ്രമാദത്തിന് വലിയൊരു ഇടിവുണ്ടാക്കിയോ ഈ ഒരു തീരുമാനം? അതോ കോൺഗ്രസിന് മൊത്തത്തിൽ ഗുണപരമാകുന്ന ഒരു തീരുമാനമാണോ ഇത്? ഈ 2 നേതാക്കൾ, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവ്, ഈ 2 പേരിൽ ആർക്കാണ് ജ്യേഷ്ഠാവകാശം എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കാം. കാരണം പ്രായം കൊണ്ടും
അതുമാത്രമല്ല എക്സ്പീരിയൻസ് കൊണ്ടും കോൺഗ്രസ് സംഘടനയുടെ അഖിലേന്ത്യാ തലത്തിലെ നേതൃപദവികൾ കൊണ്ടും വഹിച്ചിരുന്ന പദവികളുടെ വിപുലത കൊണ്ടും കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു, പല പ്രാവശ്യം MLA ആയിരുന്നു, മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ചെന്നിത്തലയ്ക്കാണ് അഡ്വാൻറ്റേജ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസാണ് VD സതീശനുള്ളത്. ട്രാക്ക് റെക്കോർഡും വളരെ മെച്ചമാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാമുള്ള UDFൻ്റെ മിന്നും വിജയം തീർച്ചയായും VD സതീശനെ ഒരു വലിയ ഒരു ഫാക്ടറാക്കി മാറ്റിയെടുത്തു. വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ മുൻപില്ലാതിരുന്ന അത്രത്തോളം ഒരു സ്വീകാര്യതയും അംഗീകാരവും ആവേശവും കൊണ്ടുവരാൻ VD സതീശന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ യാത്രയിലൂടെ, നവയുഗ യാത്രയിലൂടെ വലിയ ആൾക്കൂട്ടത്തെയാണ് VD സതീശൻ ആകർഷിക്കുന്നത്. ആ യാത്ര ആര് നയിച്ചാലും ആൾക്കൂട്ടമുണ്ടാകും. പക്ഷേ സതീശൻ ഭംഗിയായി എന്തെവിടെ പറയണമെന്ന് കൃത്യമായി അറിയാവുന്ന, ശരിക്ക് കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളുമായി സതീശൻ ഇങ്ങനെ മിന്നി നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഈ സീനിയറായ രമേശ് ചെന്നിത്തലയെ തഴയുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് ഇപ്പോൾ അത്ര ഗുണകരമല്ല. അതുകൊണ്ട് സതീശനും രമേശനും, അല്ലെങ്കിൽ രമേശനും സതീശനും, ഈ 2 പേര് വലിയ രീതിയിൽ 2 കുതിര, 2 ഹോഴ്സ് റേസ്, അത് കറക്റ്റ് 2 പേരെയും ഒരുപോലെ തന്നെ ഈ ഒരു വണ്ടി വലിച്ചുകൊണ്ട്, കോൺഗ്രസ് ആകുന്ന വണ്ടിയെ ഒരുപോലെ വലിച്ചുകൊണ്ട് പോകണം. അത് ആരെങ്കിലും ഒരാൾ നെല്ലിട മുന്നിൽ കയറി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നൊരു ചിന്ത ഹൈക്കമാൻഡിനുണ്ടാകും. അതുകൊണ്ടാണ് ശരി, യാത്രയൊക്കെ സതീശൻ നയിച്ചോട്ടെ, പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അതുപോലെ പരിഭവത്തിൽ നിന്ന സാക്ഷാൽ വിശ്വപൗരൻ ശശി തരൂരിനെ പ്രചരണ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ സ്ഥാനം എന്ന് പറയുമ്പോൾ അവർക്ക് അക്കോമഡേറ്റഡ് ആകുകയാണ്. പിന്നെ ഏറ്റവും അധികം ജനപിന്തുണ ഈ പുതിയ തലമുറയ്ക്കിടയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെങ്കിലും കൊണ്ടുവരുന്ന ഷാഫി പറമ്പിലിനെ അതിൻ്റെ കൺവീനർ ചുമതലയും ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജനപിന്തുണയുള്ള ആളുകളെ, ഈ പറയുന്ന 4 പേർക്കും ജനപിന്തുണയുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, സതീശനുണ്ട്, ഷാഫി പറമ്പിലിനുണ്ട്, ശശി തരൂരിനുമുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. ഈ ജനപിന്തുണയുള്ള 4 പേരെയാണ് മുന്നിൽ നിർത്തിയിരിക്കുന്നത് എന്നുകൂടി നോക്കുമ്പോൾ ഇതിനകത്തൊരു വെടിനിർത്തൽ എന്നത് ഒന്ന്, 2 കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നൊരു പ്രതീതി, പിന്നെ ആരെയും പൊക്കുകയോ ആരെയും താക്കുകയോ ചെയ്തില്ല എന്നൊരു പ്രതീതി, വലിയൊരു ബാലൻസിങ് ആക്റ്റാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. ഇടത് സഹയാത്രികർ ഉൾപ്പെടെ പലരും ഇനിയും കോൺഗ്രസിലേക്ക് വരുമെന്നാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇനി ആരെയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും കേരള കോൺഗ്രസ് പിളർന്ന് ഒരു വിഭാഗം കോൺഗ്രസിനൊപ്പം വരുമെന്ന് കരുതുന്നുണ്ടോ? ജോസ് കെ മാണി വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതാനാകുമോ? ഈ ഇടത് സഹയാത്രികർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്ത് നിൽക്കേണ്ട കുറേ പാർട്ടികളുണ്ട് കേരളത്തിൽ. പ്രത്യയശാസ്ത്രപരമായി RSPയുടെ എല്ലാ വിഭാഗങ്ങളും സ്വാഭാവികമായി ഇടത് ചിന്താഗതിയുള്ളവരാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയല്ലേ. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, ബാബു ദിവാകരനൊക്കെ നയിച്ചിരുന്ന പാർട്ടി, ഷിബു ബേബി ജോൺ അല്ലെങ്കിൽ പിന്നെ NK പ്രേമചന്ദ്രൻ എന്നിവരൊക്കെ നയിക്കുന്ന പാർട്ടി UDFലാണ്. അതുപോലെ കോവൂർ കുഞ്ഞുമോൻ നയിക്കുന്ന വിഭാഗം ഇടതുപക്ഷത്താണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇടത് സ്വഭാവമുള്ള പാർട്ടികളാണ്. ഇടതോട്ട് നിൽക്കാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ അത് UDFൽ ഫേംലി പ്ലേസ്ഡ് ആണ്. 2 പേരും, പ്രേമചന്ദ്രൻ MPയും ഒരു പക്ഷേ ഭാവി MLAയും മന്ത്രിയുമാകാൻ സാധ്യതയുള്ളത് ബേബി ജോൺ സാറിൻ്റെ മകൻ ഷിബു ബേബി ജോൺ ചവറ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായി UDF ക്യാബിനറ്റിൽ ഒരു മന്ത്രി ആവാം. UDF ഭരണത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികം. പക്ഷേ അപ്പോൾ അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. 2, അപ്പം അത് ഇടത്തു നിന്നും വലതേക്കോ വലത്തുനിന്ന് ഇടത്തേക്കോ ഇല്ല. RSPയിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഈ ജനതാദളാണ്. ഒരു മൈൽഡ് ലെഫ്റ്റാണ്, ലെഫ്റ്റ് ഓഫ് സെൻറ്റർ, റാഡിക്കൽ ലെഫ്റ്റ് എന്ന് പറയാനാവില്ല. ജനതാദൾ പരിവാർ അതിന്ന് പലതായി ചിത്രം നിൽക്കുന്നു. അതിൽ ഒരു വിഭാഗം MP വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയാംസ് കുമാറൊക്കെ നയിക്കുന്ന ഒരു വിഭാഗം, അത് രാഷ്ട്രീയ ജനതാദളാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി, ബീഹാർ പാർട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന RJD, അത് കോഴിക്കോട് ജില്ലയിലും വയനാടും ഒക്കെ ചെറിയ പോക്കറ്റുകളിൽ സ്വാധീനമുള്ള ഒരു കക്ഷിയാണ്. വേണ്ട രീതിയിൽ CPM പരിഗണിക്കപ്പെടാതെ പോയാൽ ഒരുപക്ഷേ ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആ ആളുകൾ ഒരുപക്ഷേ UDFുമായി ചേർന്ന് നിൽക്കാനും അല്ലെങ്കിൽ ഏതാനും സീറ്റുകൾ 2-3 സീറ്റുകൾ മത്സരിക്കാനും ഒക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. മറ്റൊരു ജനതാദൾ കൂടിയുണ്ട്. ജനതാദൾ സെക്യുലർ ഉണ്ടായിരുന്നു. അതിപ്പം പുതിയ ഒരു പേരിൽ അറിയപ്പെടുന്നു. ശ്രീ മാത്യു ടി തോമസിൻ്റെയൊക്കെ പാർട്ടിയാണ്, നീൽ ലോഹിതദാസ് നാടാരുടെയൊക്കെ പാർട്ടി. ആ പാർട്ടി LDFിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് മാറാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അപ്പം അവിടെയും അതിനൊരു ഇടത് സ്വഭാവമുള്ളത് സ്വാഭാവികമായി അതങ്ങനെ തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ ഇടത് സ്വഭാവമേ ഇല്ലാത്ത ഒരു പാർട്ടിയാണ്, ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാണ് യു ഡി എഫിലേക്ക് വിട്ടു വരാൻ സാധ്യത. അത് മറ്റാരുമല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. ജോസ് കെ മാണി നയിക്കുന്ന, ചെയർമാനായിരിക്കുന്ന മാണി വിഭാഗം യു ഡി എഫിൽ ചേരുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു ഒരു മാസം മുൻപ്. പക്ഷേ അതൊക്കെ അസ്ഥാനത്തായിരുന്നു. അതിൻ്റെ പാർട്ടിയുടെ 5 MLA-മാരിൽ 3 പേരും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെടുകയും റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി, ജലസേചന മന്ത്രി, ഒരു വലിയ ഒരു ലീഡർഷിപ്പ് റോൾ അവിടെ എടുത്തുകൊണ്ട് ഒരുപക്ഷെ ചാഞ്ചാടി നിന്ന ജോസ് കെ മാണിയുടെ മനസ്സിനെ കുറച്ചൊക്കെ ഒന്ന് ഉറപ്പിച്ച് നിർത്തി LDF-ൽ തന്നെ തുടരാം. മധ്യമേഖല ജാഥ ക്യാപ്റ്റനായി ശ്രീ ജോസ് കെ മാണി നിറഞ്ഞു നിൽക്കുന്നു. ആ ജാഥകളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനിയും റിയാലിറ്റി ചെക്കിംഗ് ആണ്. ശ്രീ ജോസ് കെ മാണിക്ക് കേരള മന്ത്രിസഭയിൽ ഒരിടം വേണമെങ്കിൽ, തൻ്റെ പിതാവ് എത്രയോ കാലം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, 50 വർഷത്തിലധികം MLA ആയിരുന്നു, മന്ത്രിയുമായിരുന്നു, പല ആവർത്തി UDF-ലും LDF-ലും മന്ത്രിസഭയിൽ അംഗമായിരുന്നു കെ മാണി സാറ്. ഇങ്ങനെയെങ്കിൽ ജോസ് കെ മാണിക്ക് ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ LDF-ലാണ് പാലാ സീറ്റ് മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അത് തുറന്നു പറയുന്നില്ല. തുറന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹമാണോ പറയേണ്ടത്? ജോസ് കെ മാണിയുടെ പ്രസൻസിൽ, ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് പതിയെ വാങ്ങിയെടുത്തതിന് ശേഷം ചെയർമാൻ എവിടെ മത്സരിക്കും, ചെയർമാൻ പാലായിൽ തന്നെ മത്സരിക്കും എന്ന് പറയാൻ റോഷി മുതിരുമ്പോൾ ആരാണ് യഥാർത്ഥ ചെയർമാൻ എന്ന ഒരു ഡിബേറ്റ് കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്, പൊതുസമൂഹത്തിലുമുണ്ട്. അത് കൗതുകകരമായൊരു കാഴ്ചയാണ്. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയോ, മാണി ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയോ, ഒരു സംശയമാണ്, ന്യായമായ സംശയമാണത്. ഏറെ ചാനൽ ചർച്ചകളിലൊക്കെ കാര്യമായി ഡിബേറ്റ് ചെയ്യപ്പെട്ട വിഷയവുമാണ്. ജോസ് കെ മാണി അസ്വസ്ഥനാണ് എങ്കിൽ മാത്രം ജോസ് കെ മാണിക്ക് ഇപ്പോഴും UDF-ലേക്ക് കടന്നു വരാനാവും. ഒരുപക്ഷെ മാണി സി കാപ്പനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റൊരു സീറ്റ് ജയിക്കാവുന്നൊരു കൃത്യമായ ഒരു സീറ്റ് കൊടുക്കുകയും പാലായിൽ തന്നെ മത്സരിക്കാൻ അവസരം ഒരുങ്ങുകയും, അല്ല എങ്കിൽ കൃത്യമായി UDF-ൽ ജയിച്ചു വരാനുള്ള മറ്റൊരു സീറ്റ് കൊടുക്കുകയും. അങ്ങനെ ഒരു സീറ്റ് കണ്ടെത്താനാവുന്നില്ല കേട്ടോ. ജോസ് കെ മാണിക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കണ്ടെത്താനാവുന്നില്ല, ഇടതുപക്ഷത്താണെങ്കിലും UDF-ലാണെങ്കിലും എന്നതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. എന്നിരുന്നാലും UDF അധികാരത്തിൽ വരുമെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഈ കാലത്ത് കേരള കോൺഗ്രസ് അണികൾ, മാണി ഗ്രൂപ്പിൻ്റെ അണികളും വിശ്വസിക്കുന്ന UDF അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിൽ വരണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ ആരാ താല്പര്യപ്പെടുക? MLA-മാരും താല്പര്യപ്പെടുന്നില്ല. മന്ത്രിയാകാൻ താല്പര്യപ്പെടുന്നവരെ ഒരിക്കലും ജയിച്ച് മന്ത്രിയാകണമെങ്കിൽ ഭരണപക്ഷത്താകണ്ടേ. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് UDF-നോടൊപ്പം ചേർന്ന് നിന്നാൽ ഉണ്ടാവാം എന്നേ എനിക്ക് പറയാനാവൂ. അങ്ങനെയെങ്കിൽ ഏതാനും സീറ്റുകൾ കൊടുക്കേണ്ടി വരും. ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ നൽകുന്ന 10 സീറ്റിൽ നിന്നും 2-3 സീറ്റ് കുറച്ചുകൊണ്ട് വരികയും ഈ ഒരു വിഭാഗം മാണി ഗ്രൂപ്പ്, ഒരുപക്ഷെ റോഷി അഗസ്റ്റിനും വേറെ 1-2 MLA-മാരുമൊക്കെ മറുപക്ഷത്ത് പോയേക്കാം. എങ്കിലും ജോബ് മൈക്കിളും സാക്ഷാൽ മാണിപുത്രനും എല്ലാം കൂടി UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപക്ഷെ മത്സരിക്കാൻ സീറ്റ് UDF കൊടുത്തേക്കാം. മത്സരിച്ച് ജയിച്ചാൽ ജോസ് കെ മാണി കൃത്യമായി മന്ത്രിസഭയിലൊരു അംഗമാകും. അപ്പോൾ റോഷി അഗസ്റ്റിൻ മറുപക്ഷത്താകും. LDF-ൻ്റെ ഇടുക്കിയിൽ ജയിച്ചു വന്നാൽ MLA ആകും. ഇനി ആ സീറ്റ് തന്നെ UDF-ആണ് ജയിക്കുന്നതെങ്കിൽ മന്ത്രിയുമല്ല MLA-യുമല്ല എന്ന രീതിയിൽ റോഷി അഗസ്റ്റിന് സ്ഥാനം നഷ്ടപ്പെടും. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഈ ഘട്ടത്തിൽ ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു UDF വിപുലീകരണം, അതാണ് അത്ഭുതങ്ങൾ നടക്കാം, വിസ്മയങ്ങൾ തീർക്കാൻ UDF-ന് കഴിയും എന്ന് VD സതീശൻ പറയുന്ന ഓരോരോ ചെറുമീനുകൾ പല രൂപത്തിൽ വരുന്നു. പക്ഷേ വൻപൻ സ്രാവുകൾ ആരും UDF-ൻ്റെ വലയിൽ കുരുങ്ങിയതായി കൃത്യമായ വിവരം ഇപ്പോഴുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഭരണം പിടിച്ചാലും പ്രതിസന്ധികളുടെ ഒരു മലയാകില്ലേ UDF-നെ കാത്തിരിക്കുന്നത്? പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്, ആരാകും മുഖ്യമന്ത്രി എന്നതിൽ ഉൾപ്പെടെ തർക്കം മുറുകാനുള്ള സാധ്യതയില്ലേ? ഭരണം പിടിച്ചെടുത്താലും യഥാർത്ഥത്തിൽ മുന്നോട്ടുള്ള പോക്ക് ഇപ്പോൾ ഉരുണ്ടുകൂടിയ ചില വിഷയങ്ങളുടെ പൊട്ടിത്തെറിയാകുമോ? ഇതെല്ലാം ഒരു UDF സംവിധാനത്തിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാകാനാവൂ. മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച ഏതാനും പേര് കോൺഗ്രസ്സിലുണ്ട്, അവർക്കെല്ലാം അർഹതയുമുണ്ട്. ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാനാവൂ. മറ്റുള്ളവരെല്ലാം ആ മുഖ്യമന്ത്രിയുടെ നിഴലിലായി പോകും. അതുകൊണ്ട് പ്രമുഖ മുഖങ്ങൾ, അത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ KC വേണുഗോപാലും ഒക്കെ തന്നെയാണ്. ഇവരിൽ ഒരാൾക്ക്, KC വേണുഗോപാൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്ന 2 പേരെങ്കിലും ഗൗരവമായി, അത് ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണെന്ന് ഓർക്കണം,
ഒരേപോലെ തന്നെയുണ്ട് രംഗത്ത് വരും. അവിടെയാണ് ഒരു പക്ഷേ സമുദായ സംഘടനകൾ ഉൾപ്പെടെ താക്കോൽ സ്ഥാനം തങ്ങളുടെ സംഘടന സമുദായത്തിൽപ്പെടുന്ന ആളുടെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണം, അത് ഇന്നാരായിരിക്കണം തങ്ങളുടെ സമുദായത്തിൽപ്പെടുന്നയാൾ എന്ന് പറയാൻ തക്ക രീതിയിൽ NSS വളരുകയുണ്ടായോ? ആ സമ്മർദ്ദം അതിജീവിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? ന്യായമായ ചോദ്യമാണ്. എപ്പോഴും കോൺഗ്രസിൻ്റെ രീതി എന്ന് പറയുന്നത് മറ്റ് സംഘടനകളുടെ സമ്മർദ്ദം ഒന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ല എന്ന് പൊതുവെ പറയുകയും അതേസമയം സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമുദായ നേതാക്കളെ പരമാവധി അപ്പീസ് ചെയ്യുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വന്നാലും UDF ജയിച്ചു വരികയും വന്നാൽ വരുമെന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ വന്നാൽ VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആകാൻ സാധ്യതയുണ്ട്. ഈ രണ്ടുപേരും തമ്മിലുള്ള തർക്കം വല്ലാതെ മുറുകിയാൽ മാത്രമാണ് KC വേണുഗോപാലിൻ്റെ അവസരം തെളിയുക. ആര് വന്നാലും മറുപക്ഷം അല്ലെങ്കിൽ പക്ഷമെന്ന് പറയാനാവില്ല, മറ്റുള്ളവർ അസംതൃപ്തരായിരിക്കും. UDFൽ പൊതുവേ പുകയുന്ന അസംതൃപ്തി എങ്ങനെയാണ് ഭാവി ഭരണത്തെ ബാധിക്കാൻ സാധ്യത എന്ന് ഇപ്പോഴേ പിറാൻ പോകുന്ന കുഞ്ഞിന് ഇപ്പോഴേ ജാതകം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നിലവിൽ താരമൂല്യമുള്ള ആളുകളെ പലയിടത്തു നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, താരമുള്ള ആളുകൾ കർണാടകത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ താരമൂല്യമുള്ള കോൺഗ്രസ് നേതാവാണ്, വരുന്നു. സിദ്ധാരാമയ്യ വരുന്നു, കർണാടക മുഖ്യമന്ത്രി. ആന്ധ്രയിലെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അധികം മുഖ്യമന്ത്രിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പമുണ്ട്, രേവന്ത് റെഡ്ഡി വരുന്നു. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കടന്നു വരുന്നു. അപ്പോൾ താരമൂല്യമുള്ള പ്രചാരകർ വെളിയിൽ നിന്നും, അകത്തു നിന്ന് പുതിയ കമ്മിറ്റി, താരമൂല്യമുള്ള ആളുകൾ തന്നെയാണ് ആ കമ്മിറ്റി. ഇതെല്ലാം കൂടി ചേർന്ന് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങളെക്കുറിച്ച് ഇപ്പോഴേ തല പുകച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എനർജി ആയിരിക്കും UDF സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് ഈ ചോദ്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ UDFൽ അങ്ങനെയാണ് എപ്പോഴും. ഇനി UDF അനുഭവിക്കാൻ സാധ്യതയുള്ള യഥാർത്ഥ പ്രശ്നം ഇതൊന്നുമല്ല. യഥാർത്ഥ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചനകളുണ്ട്. UDF ഭരണത്തിൽ വന്നാൽ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തിനായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക എന്ന ഒറ്റയാണ്ടിയാണ് അടിച്ചു വച്ചിരിക്കുന്നത്. അത് BJPയും അത് തന്നെയാണ് പറയുന്നത്, CPMും അത് തന്നെയാണ് പറയുന്നത്, രഹസ്യമായി കോൺഗ്രസിലെ ചിലരും അതുതന്നെയാണ് പറയുന്നത്. ഇത് കോൺഗ്രസ്സിന് വലിയ ദോഷമുണ്ടാകാം. കാരണം ഈ മലബാർ മേഖലയിൽ UDFന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഗുഡ് വിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കളിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന്, അത് സമസ്തയുടെ ഭാഗത്തു നിന്നൊന്നുമല്ല, മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ നേതാവിൻ്റെയെങ്കിലും ഭാഗത്തു നിന്ന് മുൻപ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 5 മന്ത്രിമാർ, 5-ാം മന്ത്രി അല്ലെങ്കിൽ 6-ാം മന്ത്രി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇന്ന സ്ഥാനങ്ങൾ എന്ന് മുൻകൂട്ടി പറഞ്ഞു വെച്ചാൽ അതിപ്പോഴത്തെ നിലയിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിലും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കും ന്യൂനപക്ഷങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വളരെ വലിയ നിയന്ത്രണം ഇല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കാവുന്ന രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് ഒരുപാട് ഞാൻമേൽക്കളി, ഇപ്പോൾ സമുദായങ്ങൾ, സംഘടനകൾ ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിൽ നിൽക്കുന്ന UDF അതിൻ്റെ രീതിശാസ്ത്രം അങ്ങനെ മാറാനും ഒക്കില്ല. വെറും ഭരണവിരുദ്ധ വികാരമോ UDF കൃത്യമായി പറഞ്ഞ രാഷ്ട്രീയമോ അല്ല UDFൻ്റെ വോട്ട്. അതാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ മറ്റു ചിലതാണ് UDFൻ്റെ വോട്ട് എങ്കിൽ ഓരോ പ്രസ്താവനയും തലനാരിഴ കീറി പരിശോധിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന UDFനെയും കാണേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയൊന്നും ആകാതെ ഇരിക്കട്ടെ എന്നാണ്. UDFനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഏറ്റവും അറിയാവുന്ന UDFൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ചാണ്. UDFൻ്റെ സ്ട്രെങ്തിനേക്കാളും കൂടുതൽ ദൗർബല്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ് UDFനെ സ്നേഹിക്കുന്നവർ. LDFനെ സ്നേഹിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ LDFനെ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. അവിടെ പുരോഗമനവാദം, ചില നിലപാടുകൾ, ധൈര്യപൂർവ്വമുള്ള നിലപാട്, അച്ചടക്കം, അങ്ങനെയൊക്കെയുള്ള കേഡർ സംവിധാനം, ഇതെല്ലാമാണ് അവരുടെ രീതികൾ. അപ്പോൾ ഇതിനെല്ലാം ഫാൻ ഫോളോയിങ് ഉണ്ട്. UDFനും BJPക്കും LDFനും എല്ലാം ഫാൻ ഫോളോയിങ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചത് UDFനെ കുറിച്ചായതുകൊണ്ടും UDFൻ്റെ രീതികളനുസരിച്ച് പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്നതിൽ വിരുദ്ധന്മാരാണ്. അതുമാത്രമല്ല, അധികാരം കയ്യിൽ കിട്ടിയാലും കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ അത് പിച്ചു ചേന്തി കളഞ്ഞിട്ടുള്ള ചരിത്രവും ഉള്ള ആളുകളാണ്. പക്ഷേ അതൊരു കാര്യം കൂടെ നോക്കുക, ഇത് കോൺഗ്രസ് ആണ്, ഇത് UDF ആണ്. UDFലെ ചില രീതികളേ ഉള്ളൂ, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. കനകോലു ടീം ശ്രമിച്ചാലും ഹൈക്കമാൻഡ് ചാട്ടവാറെടുത്താലും ഇവിടെ മറ്റ് യുദ്ധസമാനമായ രംഗങ്ങളിൽ ഒരുക്കിയാലും ശരി, UDFന് UDF ആകാനേ കഴിയൂ. എല്ലാ വിഭാഗം ആളുകൾക്കും ആശംസകൾ. LDFനും UDFനും BJPക്കും എല്ലാം തന്നെ ഞാൻ ആശംസ പറയും. കാരണം ഇത് തിരഞ്ഞെടുപ്പാണ്, ഇത് ജനങ്ങളുടെ പോരാട്ടമാണ്.
മേ ദ ബെസ്റ്റ് വിൻ.